Hello friends, Technique in Malayalam channel. Welcome. In we unbox True Wireless Bluetooth Earphones. Now, we have a brand Blaupunkt. Blaupunkt all audio accessories, audio products. In 1924 established the German premium audio brand Blaupunkt. Now, True Wireless BTW Pro earphones are unboxing. This True Wireless Earphones are Qualcomm aptX technology use cheyidittulladu. Appo box inde mollil thane namukku idinte padam കാണാം. അപ്പോൾ ഒരു ചെറിയ ചാർജിങ് കേസ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത് ഇയർഫോൺസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 6,999 റുപ്പീസാണ്, അതായത് 7,000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസിംഗ്. അപ്പോൾ കുറച്ചും കൂടി പ്രീമിയം വയർലെസ് സ്റ്റീരിയോ ഇയർഫോൺസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിലൊന്ന് നോക്കാം. ബാക്കിലും അതേ മെൻഷൻ തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ HD സൗണ്ട്, ഹൈ ബേസ്, ടച്ച് കൺട്രോൾസ്, ഓട്ടോ പെയറിംഗ്, ബ്ലൂടൂത്ത് വേർഷൻ 5.0, നോയ്സ് ക്യാൻസലേഷൻ, ഇതെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. IPX7 സ്വെറ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് റെസിസ്റ്റൻ്റ് ആണ്. പ്ലേ ടൈം വിത്ത് ചാർജിങ് കേസ് 36 hours ആണ്. ആക്ച്വൽ ചാർജിങ് കേസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത ബാറ്ററി പെർഫോമൻസ് ആണ് 36 hours. അപ്പോൾ ഇതാണ് ആക്ച്വൽ ഹെഡ്ഫോൺസ് വരുന്നത്. പിന്നെ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഡ്യുവൽ മൈക്രോഫോൺ, നേരത്തെ പറഞ്ഞ പോലെ IPX7 വാട്ടർ റെസിസ്റ്റൻസ്, ഗൂഗിൾ സീരി സപ്പോർട്ട്, വേർഷൻ 5.0, ഇവിടെ ബ്ലോപങ്ക്റ്റിൻ്റെ ലോഗോ ആണ്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ബോക്സ് തുറന്നിട്ട് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ബോക്സ് തുറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു തിൻ ഫിലിമാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇയർഫോണാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക ഈ പ്ലാസ്റ്റിക് കേസ്. അപ്പോൾ ഇതാണ് ബ്ലോപങ്ക്റ്റിൻ്റെ കേസ്, ചാർജിങ് കേസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ചാർജിങ് കേസാണ് ഇതിനകത്ത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടില്ല, ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, പക്ഷേ നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ്. പിന്നെ ബ്ലോപങ്ക്റ്റിൻ്റെ ലോഗോ നമുക്ക് കാണാം. താഴെ ഒരു ചാർജിങ് സ്ലോട്ടാണ്, ഇത് മൈക്രോ USB ചാർജിങ് സ്ലോട്ടാണ്, അതായത് ഈ കേസ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഡയറക്റ്റ്ലി നമുക്ക് ഇയർഫോൺസ് ചാർജ് ചെയ്യാൻ പറ്റില്ല, ഈ കേസിലിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കേസിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ളതാണ് ഈ പോർട്ട്. ഇത് മൈക്രോ USB പോർട്ടാണ്. നമുക്ക് തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഇതിനകത്ത് രണ്ട് ഇയർഫോൺസ് പെയർ ഇടാനുള്ള ഓപ്ഷനും, ഇതിൻ്റെ താഴെയാണ് ചാർജിങ് വരുന്നത്, ഏറ്റവും താഴെയാണ് ചാർജിങ് വരുന്നത്. അതുപോലെ ഇതിനകത്ത് ഇടുമ്പോൾ തന്നെ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഇയർഫോൺസ് കാണാം. നമുക്ക് ഇയർഫോൺസ് ഒന്ന് പുറത്തെടുക്കാം. പിന്നെ ബോക്സിനകത്ത് വരുന്നത് ഒരു മാനുവലാണ്, കംപ്ലീറ്റ് മാനുവൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. പെയർ ചെയ്യാനും ബാക്കി ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റിലും ഡിഫറെൻറ്റ് കൺട്രോൾസാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് പറയാം. പിന്നെ ഇതിനകത്തൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് വരുന്നത്. ഇത് ആക്ച്വലി മാനുവലിലെ പോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കൺട്രോൾസ് നിങ്ങൾക്ക് ജസ്റ്റ് കാണാം, കുറച്ചും കൂടെ ക്ലോസ് ആയി കാണാം. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ഡയലാണ്. ക്ലിക്ക് ആൻഡ് ഹോൾഡ് റിജക്റ്റ് ആണ് കോൾസ് വരുമ്പോൾ. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ആൻസറാണ്. ഹാങ് അപ്പ് ഡബിൾ ക്ലിക്കാണ്. ക്ലിക്ക് ആൻഡ് ഹോൾഡ് ട്രാൻസ്ഫർ ഓഡിയോ, ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. പിന്നെ ഡബിൾ മ്യൂസിക് പ്ലേ ബാക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ വോയിസ് അസിസ്റ്റൻ്റ് ആണ് ട്രിപ്പിൾ ക്ലിക്ക്. പിന്നെ പ്ലസ് ആൻഡ് മൈനസ് വോളിയം ഇൻക്രീസ് ആണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ വോളിയം ഡിക്രീസ് ചെയ്യും ലെഫ്റ്റിൽ, റൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ഇതാണ് ബേസിക് കൺട്രോൾസ് വരുന്നത്. പിന്നെ മ്യൂസിക് പ്ലേ ബാക്ക് എന്ന് പറഞ്ഞാൽ ഡബിൾ ക്ലിക്ക് പ്ലേ ആൻഡ് പോസ്, പിന്നെ പ്രസ് ആൻഡ് ഹോൾഡ്, അതായത് ക്ലിക്ക് ആൻഡ് ഹോൾഡ് ഫോർ 2 seconds ആണ് പ്രീവിയസ് സോങ്. നെക്സ്റ്റ് സോങ് പ്ലേ ചെയ്യാൻ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ഫോർ 2 seconds റൈറ്റ്, ഇത് ലെഫ്റ്റ് ആണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം മൈനസ്, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം പ്ലസ്. അപ്പോൾ ഇത്രയാണ് ടച്ച് കൺട്രോൾസ് വരുന്നത്. പിന്നെ വെയറിങ് ഇങ്ങനെയാണ്. വെയർ ചെയ്തതിന് ശേഷം ഫ്രണ്ടിലേക്ക് ആക്കണം, അപ്പോഴാണ് നമ്മൾ ആക്ച്വൽ കോൾസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഈസി ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്തൊരു ലൈറ്റും കാണാം നമുക്ക്. ചാർജിങ് കേസിനകത്തൊരു ലൈറ്റും ഉണ്ട്, ചാർജിങ് വരുമ്പോൾ അത് നമുക്ക് പറഞ്ഞുതരാം. പിന്നെ വരുന്നത് ഒരു 2 സെറ്റ് ഇയർ ടിപ്സാണ്, അതായത് നമ്മുടെ ഇയർഫോണിൻ്റെ ടിപ്സ് ഉണ്ടല്ലോ, ഈ ഭാഗം ഇയർ ടിപ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇയർഫോണിനെ കുറിച്ച് നമ്മൾ വിശദമായി പറയുന്നതാണ്. പിന്നെ ഒരു ചാർജിങ് കേബിളാണ് വരുന്നത്, സ്റ്റാൻഡേർഡ് മൈക്രോ USB ചാർജിങ് കേബിളാണ് വരുന്നത്. ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ബോക്സിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആക്ച്വൽ ഇയർഫോൺ വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ക്ലോസർ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇയർഫോൺ വരുന്നത്. ബ്ലോപങ്ക്റ്റിൻ്റെ ലോഗോ ഉണ്ട്. ഇതാണ് ടാപ്പ്, സെൻറ്ററിലാണ് ടാപ്പ് കൺട്രോൾസ് എല്ലാം വരുന്നത്. പിന്നെ ഇതാണ് ഇയർ ടിപ്സ്. പിന്നെ ചാർജിങ് സ്ലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേസിനകത്ത് ഇടുമ്പോഴേ ചാർജിങ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് കേസിനകത്ത് ഇടണമെങ്കിൽ ഇത് കേസ് തുറക്കാം. കേസ് തുറന്നു കഴിഞ്ഞിട്ട് 2 സൈഡിലും ഓപ്ഷൻ ഉണ്ട്.
അപ്പോൾ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ കണ്ടില്ല, നിങ്ങൾക്ക് കാണാം ഒരു റെഡ് ലൈറ്റ് ഗ്ലോ ചെയ്യുന്ന കാണാം. അതുകൂടാണ്ട് തന്നെ ഇവിടുത്തെ ലൈറ്റും കാണാം. അപ്പോൾ ചാർജിങ് ആണെന്നാണ് മനസ്സിലാവുക. നമുക്ക് കണ്ടില്ല റെഡ് ലൈറ്റ് ഗ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് ആണ്. ഇവിടെയും നമുക്ക് ലൈറ്റ് ഗ്ലോ ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. ചാർജ് ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് പെയറിങ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ടൈം പെയർ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫോണിൽ സെർച്ച് ചെയ്തിട്ട് പെയർ ചെയ്യണം. പെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ്ലി പെയർഡ് സ്മാർട്ട് ഫോണായിട്ട് ഓട്ടോമാറ്റിക്കായി കണക്ട് ചെയ്യുന്നതാണ്. നമുക്ക് വീണ്ടും മാനുവലി കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഇതിനകത്ത് ആക്ച്വലി നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യൂട്ട് ലുക്കിംഗ് ഇയർഫോൺസ് ആണെന്ന് പറയാം. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയാവുന്നത് എന്താ വെച്ചാൽ കുറച്ചൊരു സൈസ് കൂടുതലാണ്. സാധാരണ നമ്മൾ കാണുന്ന ഇയർഫോൺസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചൊരു സൈസ് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഒരു ഫിറ്റൊക്കെ ആയി നിൽക്കുന്നുണ്ട്. എന്നാലും കുറച്ചൊരു സൈസ് കൂടുതലാണ് നമുക്ക് തോന്നി യൂസ് ചെയ്യുമ്പോൾ. എന്നാലും നല്ല ക്വാളിറ്റിയാണ്, അതൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. നല്ല ക്വാളിറ്റി ഓഡിയോ ആണ്. പ്രത്യേകിച്ച് ബേസ് പെർഫോമൻസ് വളരെ മികച്ചതാണ്. അപ്പോൾ ബേസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം നല്ല ക്വാളിറ്റി സൗണ്ടുമാണ്, നല്ല ബേസ് പെർഫോമൻസുമാണ്. പിന്നെ ലോങ് ടേം യൂസേജ്, അത് വളരെ അധികം സമയം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു കുറച്ച് അൺകംഫർട്ടബിൾ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം കുറച്ചൊരു സൈസ് കൂടുതലാണ്. എങ്കിലും നമ്മൾ റെഗുലർ കോൾസിനെല്ലാം നല്ല ക്വാളിറ്റിയും, പിന്നെ നമ്മൾ കോളും ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. കോളും നല്ല ക്വാളിറ്റിയാണ്, ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അതുകൂടാണ്ട് തന്നെ നമ്മൾ പെയർ ചെയ്ത് സൗണ്ട് ക്വാളിറ്റി എടുത്ത് നോക്കുകയാണെങ്കിലും മൂവീസ് കാണുകയാണെങ്കിലും സോങ്സ് കേൾക്കുകയാണെങ്കിലും ഒക്കെ തന്നെ നല്ല ക്വാളിറ്റിയാണ് സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി ബേസ് പെർഫോമൻസ് നല്ലതാണ്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ തികച്ചും നല്ല ഒരു ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ഇയർഫോൺസാണ് ബ്ലോപങ്കിൻ്റെ BTW Pro എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് നിങ്ങളുടെ ഒരു പ്രയോറിറ്റി, എസ്പെഷ്യലി ബേസ് പെർഫോമൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. നല്ല ചാർജിങ് ഓപ്ഷൻസുമാണ് ഉള്ളത്. കാരണം ബോക്സിനകത്ത് നമുക്ക് ക്യാരി ചെയ്താൽ മതി, വേറെ ഒന്നും ചാർജറൊന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. ബോക്സ് വൺസ് ഇൻ എ വൈൽ ചാർജ് ചെയ്താൽ മതി. 36 hours ബാറ്ററി ലൈഫ് ഉണ്ട്, അതായത് മോർ ദാൻ എ ഡേ ബാറ്ററി ലൈഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താണെങ്കിൽ യൂസ് ചെയ്യില്ല, മാക്സിമം ഒരു 5-6 hours നമ്മൾ അറ്റ് എ ടൈം മ്യൂസിക് കേൾക്കത്തുള്ളൂ. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ പോലും 2-3 days നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് റെഗുലർലി കോൾസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ 1 day മുകളിൽ നമുക്ക് എന്താണെങ്കിൽ ബാറ്ററി കിട്ടും. അപ്പോൾ അത്രയും തന്നെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു ബ്ലൂടൂത്ത് ഇയർഫോൺസ് ആണ് ഇത് ബ്ലോപങ്കിൻ്റെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ബ്ലോപങ്കിൻ്റെ ഒരു ഇയർഫോൺസിൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.